ഇന്നലെ ഒരു മലയാളി കടയിൽ പോയപ്പോൾ ഒരില കിട്ടി. അപ്പോഴൊരു ഇലയട ഉണ്ടാക്കി നോക്കിയാലോ എന്ന് തോന്നി. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഇതുപോലുള്ള 3 പീസസ് ശർക്കര ചെറുതായി പൊടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാം. ഞാൻ 4 ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ശർക്കരയും തേങ്ങയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി അതിനോട് ഒരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇലയടയിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ഇലയടക്ക് ആവശ്യമായ അരിപ്പൊടി ഇതുപോലെയുള്ള 2 ഗ്ലാസ് എടുക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. അതിനിടയിൽ എന്നാൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളക്കാൻ വെക്കാം. ഇനി അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇലയട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഇലക്കഷ്ണത്തിൽ അരിക്കൂട്ട് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. കൈകൊണ്ട് പരത്തുമ്പോൾ കയ്യിൽ ചിലപ്പോഴൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ചിലരൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ചേർക്കാറുണ്ട്. നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? കമന്റ് ചെയ്യണേ. സ്പൂണ് കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ശരിക്കും പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിങ് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഇല മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇനി അത് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിന്റെ ഒരു സൈഡിൽ വെക്കാം. ഇനി അതുപോലെ ഒരെണ്ണം കൂടി പരത്തി ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് മറ്റേ ഭാഗത്തു കൂടി വെക്കാവുന്നതാണ്. ഇനി മറ്റൊരു തട്ടുകൂടി വെച്ചിട്ട് അതിലേക്കും 2 ഇലയടക്ക് വേണ്ടിയിട്ട് വെക്കാം.
അതിനുശേഷം ഇഡ്ഡലി കുക്കർ മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വേവിക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഇലയട റെഡി. ഇനി നമുക്ക് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.